ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ജസ്റ്റ് 2 റീഡിംഗ് കൂടി ഒന്നിച്ചിടാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ജനറൽ ഗൈഡൻസും റിലേഷൻഷിപ്പ് റീഡിങ്ങും ക്വസ്റ്റ്യൻസ് രണ്ടും ഇതിൽ തന്നെ കവർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആദ്യം ജനറൽ ഗൈഡൻസിൽ ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തേക്ക് അഡ്വൈസ് നിങ്ങൾക്ക് എന്താണ്? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, Queen of Cups and Justice. Okay, Judgment ഉണ്ട്. Okay. ഇതിവിടെ നിങ്ങൾക്കൊരു പുതിയൊരു ഓഫർ വരുന്ന രീതിക്കാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ വല്ല ഓഫർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും ആരെങ്കിലും ഒരു ഓഫർ തരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു മെസ്സേജിൻ്റെ കാര്യവുമായിരിക്കാം. കുറച്ച് പേർക്ക് ആക്ച്വലി നമ്മൾ ചില സമയത്ത് ഇതിനെ ഒരു ആരെങ്കിലും നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ട് എടുക്കാറുണ്ട്. കാരണം ഇവിടെ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നതുകൊണ്ട് എവിടെ ഒരു ന്യായത്തിൻ്റെ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ മേ ബി നിങ്ങൾക്കൊരു ആരെങ്കിലും നിങ്ങളോട് മാപ്പ് പറയുന്ന കാര്യമായിരിക്കാം, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്ന കാര്യമാണ്, നിങ്ങളോട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വരുന്ന രീതിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ പറയില്ലേ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ രീതിക്കുള്ളതാണ് പറയുന്നത്. സോ മേ ബി ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ഫൈനാൻഷ്യലി ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യമാണ് ഈ ഓഫർ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന രീതിക്ക് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് 1 രൂപ കിട്ടി അല്ലേ, ആ 1 രൂപ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിനെ വളർത്താൻ സാധിക്കും എന്ന് പറയില്ലേ. സോ അങ്ങനെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു അവസരമാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് വന്നു, ആ മെസ്സേജിലുള്ള ഇൻഫർമേഷൻ എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. സോ അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് കാർഡ് കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അങ്ങനെ ഒരു ഗ്രോത്തിന് ഒരു അവസരം, ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഡെവലപ്പ് ആവുന്നതിന് ഒരു അവസരം എന്ന രീതിക്ക് ന്യൂ ബിഗിനിങ് എന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഒരു ന്യൂ തുടക്കം, ജോലിയുടെ ആയിരിക്കാം, ബിസിനസ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തിലായാലും ഒരു ഓഫർ വരുന്നത്. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശരിക്കും നമ്മൾ പറയില്ല ഒരു വിത്ത് കുഴിച്ചിടുന്ന പോലെയാണ്. സോ തീർച്ചയായിട്ടും ഇതിനൊരു നല്ല ഒരു വൈബാണുള്ളത്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. സോ മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി, ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും, നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം, അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നെടുക്കാം. അതുമാത്രമല്ല ഇവിടെ മേ ബി നിങ്ങളായിരിക്കാം ഇത്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളും ഇന്ന് വളരെയധികം ഒരു ന്യൂച്ചറിങ് കെയറിങ് എനർജിയിൽ നിൽക്കും. അതായത് നിങ്ങൾ വളരെയധികം ഈ എന്ത് തന്നെ നിങ്ങൾക്ക് വന്നാലും ആ ഒരു ഓഫർ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നും പറയാം. അതുമാത്രമല്ല നിങ്ങൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഐ തിങ്ക് നിങ്ങളെ ഇമോഷണലി നിങ്ങളെ ഹാപ്പി ആക്കും എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ഇതൊരു ന്യായമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും രണ്ടും ഉണ്ട്. സോ ശരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്നതാണ്. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വല്ല റിട്ടേൺ വരുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിരിക്കാം ഇത്. ഫൈനാൻഷ്യലി പറയുകയാണ്, അല്ലെങ്കിൽ കരിയറിലായാലും ചിലപ്പോൾ മേ ബി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷനോ ജോലിയുടെ വലുതും കുറച്ചുകൂടി കൂടുതൽ കിട്ടുക, സാലറി, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേര് ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, യൂണിവേഴ്സായിട്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കും. ഓക്കെ, ഒരു അവസരമാണ്. നിങ്ങൾ ഇത്രയും കാലം ചെയ്തത്, നിങ്ങൾ നല്ല എഫേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം എല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം കറക്റ്റായിട്ടും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നമ്മൾ പറയില്ലേ ഹാപ്പിയാണ്. ഓക്കെ, ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ് എന്ന് കണക്കാക്കാം. എൻ്റെ ഇവിടെ ആക്ച്വലി പേജ് ഓഫ് വാൻസും ഉണ്ട്, പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ എന്തോ ഒരു ഐഡിയ, ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനൊരു അവസരം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. നിങ്ങൾ നമ്മളെപ്പോഴും നല്ലത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് എപ്പോഴെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും കിട്ടാതിരിക്കില്ല. യൂണിവേഴ്സ് നിങ്ങളെത്തിരി പരീക്ഷിച്ചാലും അവസാനം നിങ്ങൾക്ക് വേണ്ടത് തരും. ഓക്കെ, സക്സസ്, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, സക്സസ്, ലീഡർഷിപ്പ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ വിൻ ചെയ്യുമെന്ന് എന്തോ പെട്ടെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ന്യായമായിട്ട് എന്തെങ്കിലും കോർട്ടിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും നിങ്ങൾക്ക് വിധി വരാനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയില്ലേ, നിങ്ങളുടെ പക്ഷത്ത് ഒരു തീരുമാനം വരും എന്നെടുത്തോളൂ. അത് ഏത് കാര്യത്തിലായാലും, ജോലി സ്ഥലത്തായാലും ശരി. ഇപ്പം നിങ്ങൾ ചെയ്ത ന്യായമായ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് ഇപ്പം നമ്മൾ ബോസ് തീരുമാനിക്കുക എന്ന് പറയാമല്ലോ, അങ്ങനെ. അല്ലെങ്കിൽ
ഫാമിലിയിലായാലും ഓക്കെ നിങ്ങൾ എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ടായിട്ട് എന്തോ തരുന്നു. ഈവൻ കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളായാലും ഓക്കെ ഫ്ലോ എന്നുണ്ട് ഇവിടെ. ഇവിടെ സക്സസ്, ലീഡർഷിപ്പ് ആൻഡ് ഫ്ലോ. ഓക്കെ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് സക്സസ്സും ഒരു ലീഡർഷിപ്പും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്കുള്ള പ്രൊമോഷൻസ് കിട്ടുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വരുന്ന പോലെയുണ്ട്. രണ്ടും ആക്ച്വലി സക്സസിൻ്റെ കാര്യമാണ്. സോ മേ ബി ഇതൊരു കരിയറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം. നിങ്ങൾ എന്ത് പ്രോജക്റ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു സക്സസ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, പോലെ തന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് റോൾ എടുക്കാൻ ഉള്ള ഒരു അവസരം കൂടി വരും. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി നയിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ന്യായമായിട്ടെല്ലാം ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അങ്ങനെയും പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ കൂടി നയിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യൂ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചാൽ എടുക്കാൻ മടിക്കേണ്ട. ഓക്കെ, സോ ഗോ ഹെഡ്. ആൻഡ് ഇവിടെ ഫ്ലോ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫിലെല്ലാം ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന പോലെയുണ്ട്. അത് മാത്രമല്ല നിങ്ങളോടും പറയുന്നത് ഓക്കെ, ലൈഫിൽ ഇങ്ങനെ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ഓക്കെ, എല്ലാം നല്ലത് വരും എപ്പോഴും. കുറച്ചൊരു എന്താ പറയുക ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും ന്യായം വരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ എനർജി മേ ബി ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലൊരു ഫീലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കൂടി എടുത്തേക്കാം. റിലേഷൻഷിപ്പിൽ ഇത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നോക്കട്ടെ, ഞാൻ പറയാം. ഓക്കെ, എൻ്റെ മനസ്സിൽ വരുന്ന പോലെ പേഴ്സൻ്റെ ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് അങ്ങനെ എടുക്കാം. ഓക്കെ, 3 കാർഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, സെയിം കാര്യം. ഓക്കെ, സോ ഞാൻ അവിടെ ഗൈഡൻസ് പറഞ്ഞത് ഇവിടെയും വന്നു. ഓക്കെ, യെസ്, പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള എന്താ അവർ ചിന്തിക്കുന്നത്, മജീഷ്യൻ. ഓക്കെ, ആൻഡ് അവരുടെ ആക്ഷൻ എന്തായിരിക്കുന്നു, അവർ ഇന്നത്തെ ദിവസത്തെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എപ്പോൾ കാണുന്നു അന്നത്തെ ദിവസം നിങ്ങൾക്കിത് മാച്ച് ആവാൻ വരെ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ആക്ഷൻ ടുഡേ. വാവ്, ഓക്കെ, ഗൈഡൻസും സിമിലർ ആണ് വന്നത്. സോ ഒരേ ലൈക്ക് ഞാൻ 3 ഷഫിൾ ചെയ്താണ് എന്നിട്ടും. ഓക്കെ ഓക്കെ, ശരി. ഇവിടെ റിലേഷൻഷിപ്പിലും ആക്ച്വലി ഗൈഡൻസിൽ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോറി പറഞ്ഞു വരുന്നുണ്ട്. കാരണം ന്യായത്തിൻ്റെ വീണ്ടും വന്നു. സോ സോറി പറഞ്ഞു വരുന്നുണ്ട് അവർ നിങ്ങളോട്, അല്ലെങ്കിൽ ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത്. സോ നിങ്ങൾ കുറേ കാലമായിട്ട് പരിചയം ഉണ്ടെങ്കിലും ശരി ഓക്കെ, അവർ ഇന്നത്തെ സംസാരത്തിൽ മേ ബി നിങ്ങൾ കുറച്ചായിട്ട് ഇവിടെ എനിക്കൊരു പ്രശ്നങ്ങളുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഒരു പേഴ്സൻ്റെ മൈൻഡിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നിരിക്കാം. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ലേ, അല്ലെങ്കിൽ എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊന്നും നീങ്ങുന്നില്ല എന്ന രീതിയിൽ. ബട്ട് ഐ തിങ്ക് ഈ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടും. എനിക്ക് അതായത് നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ശരിക്കും കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്താണ് ഇവിടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാവും. ആൻഡ് പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോടൊരു മാപ്പ് പറയുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, ന്യായം ചെയ്യുമെന്ന രീതി കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു മെസ്സേജ് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓഫർ വരുന്നതാണ്, കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. മാരേജ് എന്ന രീതി ഞാൻ പറയുന്നില്ല, ബട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് അവർ ആത്മാർത്ഥതയോടെ ഓക്കെ നിങ്ങളോട് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ്, അതായത് നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന പോലെ. മജീഷ്യൻ ഉണ്ട്. സോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർക്ക് എന്താ പറയുക, നിങ്ങൾ അവരെ ലൈഫിൽ വേണം. ഓക്കെ, അതാണ് അവർ. സോ അവരുടെ ചിന്തയിൽ അവർ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കുക, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും എന്നവർക്കറിയാം. ഓക്കെ, സോ അവർ അതിനു വേണ്ടി ഓക്കെ ചെറിയൊരു ഓഫർ തന്ന് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് വേണം. ഓക്കെ, അതാണ് മെയിനായിട്ട്. സോ അവരെ നിങ്ങളെ വിട്ട് കളയില്ല. സോ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കൂടെ വേണം എന്ന് അവരെ അടുപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് വരാനോ അങ്ങനെ ആ രീതിക്ക് അവർ നിങ്ങളെ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. സോ യെസ്, നിങ്ങളോട് അവർ ന്യായം ചെയ്യുമെന്ന രീതിയിലാണ്. പേഴ്സൺ ഇതുവരെ നിങ്ങളോട് എന്തെങ്കിലും ബിഹേവ് ചെയ്തതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനവർ തിരുത്താൻ ശ്രമിക്കും. ഓക്കെ, അവരൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. ന്യായമായ രീതിയിൽ നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കും. കുറച്ച് പേർക്ക് അഗൈൻ അതൊരു കമ്മിറ്റ്മെൻറ്റ് കാര്യമാണെങ്കിൽ മാരേജ് വരെ പോവാം, കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, പേജ് ഓഫ് സോർട്സ് ഉണ്ട്. സോ ക്ലാരിറ്റി വരുന്ന പോലെയാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, മേ ബി ഇവിടെ ചില കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. കൺഫ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഈഗോ ക്ലാഷസോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു ക്ലിയർ ആവാൻ തുടങ്ങും. ഇവിടെ കാര്യങ്ങൾ മേ ബി ഒരു മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ
ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ, സോറി ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി, ഓക്കെ സാറില്ല. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഴ്സൺ തുറന്നു പറയുക, ഓപ്പൺ ആയിട്ട് പറയുക, ഓക്കെ ഇന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഓക്കെ ശരി ഇത്ര ദിവസം എന്തായിരുന്നു ആകെ കൺഫ്യൂഷൻ എന്നുള്ളത് ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സും ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. വളരെയധികം ഒരു സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇതിപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് കാണുന്നുണ്ട്. യെസ്, വീണ്ടും അതേ കാർഡ്. ഓക്കെ, ഷഫിൾ ചെയ്തിട്ട് ഓക്കെ ഓക്കെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജുമായിട്ട് വരാൻ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻസിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ അവർക്കും ഒരു ഫ്യൂച്ചർ ആലോചിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു ആക്ഷൻ പെട്ടെന്നൊരു മെസ്സേജ് വരുന്നതായിട്ട് എനിക്ക് ക്വിക്ക് ഒരു മെസ്സേജ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ എനർജിയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്നത്തെ മാത്രമായിട്ട് എടുക്കാം ഇത്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, പ്യൂരിറ്റി, ഹീലിംഗ് കെയർസ്, സെയിം കാര്യം അല്ലേ, ആൻഡ് പേഷ്യൻസ്. ഓക്കെ, ഇവിടെ ഒന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനിക്ക് വളരെ പ്യുവർ ആണ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്യൂരിറ്റി കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ പ്യുവറാണ് എന്ന്, അതായത് അവരുടെ പ്യുവർ ഇൻറ്റൻഷനാണ് എന്നെടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ലൈക്ക് അവർക്ക് നിങ്ങളോട് വേറെ തെറ്റായ ഇതൊന്നും അല്ല, അവരുടെ മനസ്സിൽ അവർക്ക് ശരിക്കും പ്യുവർ ആയിട്ടുള്ള തോട്ട്സ് ആണ് അവർക്ക് നിങ്ങളോട് എന്നാണ്. ആൻഡ് ഹീലിംഗ് കെയോസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ എന്തോ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്, എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. സോ അതിനെ അവർ സോൾവ് ചെയ്യാനുള്ള ഒരു അതാ ഞാൻ പറഞ്ഞ മാപ്പ് പറഞ്ഞു വരും, അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് എന്താ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം, അവർ എന്തെങ്കിലും ബിഹേവ് ചെയ്ത കാര്യത്തിൽ അവരൊരു എക്സ്പ്ലനേഷൻ തരും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ, ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് അത് ബെറ്റർ ആവും എന്നാണ് ഇവിടെ കാണുന്നത്. സോ ഹീലിംഗ് ആണ് എനർജി കാണുന്നത് ഇവിടെ. ആൻഡ് പേഷ്യൻസ് ഉണ്ട്, ക്ഷമയോടെ. ആക്ച്വലി ക്ഷമയോടെയാണ് അവർ ചെയ്യുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ മേ ബി നിങ്ങൾ കുറേ ആയിട്ട് പേഷ്യൻസ് വെച്ചിരിക്കുന്നുണ്ടാവാം, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, എന്നിട്ട് പേഴ്സൺ വരട്ടെ, ഒരു കാര്യങ്ങൾ പറയട്ടെ എന്ന് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഇപ്പം ഇത് വരുന്നത്. ആൻഡ് യെസ്, ഇവിടെ ഞാൻ പറഞ്ഞു ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, സോ ഹീലിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനും സ്നേഹത്തോടെ നിങ്ങൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സോ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. രണ്ടിലും ആക്ച്വലി വന്ന മീനിങ് ഒരേ കാര്യമാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് നടക്കാൻ പോകുന്നു. ആക്ച്വലി യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹീലിംഗ്, ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഒരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി വൈബ് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പീസ് കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.